ലോകം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ ഏറ്റവും സുപരിചിതമായ പേരുകളിലൊന്നാണ് ടെസ്ല. ഇലോൺ മസ്ക് എന്ന വ്യക്തിയുടെ പേരിനൊപ്പം ചേർത്ത് പറയുന്ന ആദ്യ പേരുകളിലൊന്നും ടെസ്ലയാണ്. എന്നാൽ ടെസ്ല എന്ന ഈ വാക്ക് അത് എവിടെ നിന്നും വന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി എന്ന് വിശേഷിപ്പിച്ച നിക്കോള ടെസ്ലയുടെ കഥ. 100 Days 100 Stories, Day 66. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി എന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ലോകം നീതികേട് കാണിച്ച് ഒരു ഹോട്ടൽ മുറിയിൽ അനാഥനായി മരണപ്പെട്ട് കിടന്ന വ്യക്തിയാണ് നിക്കോള ടെസ്ല. ഇത്രയും ബുദ്ധിമാനെന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടും മൊബൈൽ ഫോണും റേഡിയോയും വയർലെസ് ടെക്നോളജിയും ഉൾപ്പെടെ പലതിന്റെയും പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നിട്ട് കൂടി ടെസ്ലയെ നമ്മൾ അറിയാതിരുന്നതിന് പിന്നിൽ വലിയൊരു ചതിയുടെ കഥയുണ്ട്. ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായ ക്രൊയേഷ്യയിൽ ജനിച്ച ടെസ്ല നന്നായി പഠിക്കുന്ന ഒരു മിടുക്കനായിരുന്നെങ്കിലും കോളേജ് കാലത്ത് ചൂതാട്ടത്തിന് അടിമയായി മാറുകയായിരുന്നു. ചൂത് കളിച്ച് വലിയ പ്രാരാബ്ദം വരുത്തി വെച്ച് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് നാട് വിടേണ്ടി വന്ന അദ്ദേഹത്തിന് അപ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ വില മനസ്സിലാകുന്നത്. കൂടുതൽ പഠിക്കാനായി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പല യൂണിവേഴ്സിറ്റികളിലായി പല ഡിഗ്രികൾ സ്വന്തമാക്കി അദ്ദേഹം തോമസ് ആൽവ എഡിസന്റെ കമ്പനിയിൽ ഒരു ചെറിയ ജോലിക്ക് കയറി. അപ്പോഴേക്കും പല കണ്ടുപിടുത്തങ്ങളിലൂടെ അതിസമ്പന്നമായി മാറിയിരുന്ന എഡിസൺ കഴിവും ബുദ്ധിയുമുള്ള പല യുവശാസ്ത്രജ്ഞന്മാരെയും ജോലിക്ക് വെച്ച് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് പണം നൽകി അതിന്റെ പേറ്റന്റും ക്രെഡിറ്റും വ്യാവസായിക ലാഭവും സ്വന്തമാക്കിയിരുന്ന എഡിസൺസ് കോണ്ടിനെന്റൽ കമ്പനി എന്ന കമ്പനിയായിരുന്നു അത്. വൈദ്യുതി ലോകത്തേക്ക് കടന്നു വരുന്ന ഒരു കാലമാണത്. അപ്പോഴുള്ള DC ജനറേറ്ററുകളെക്കാൾ കാര്യക്ഷമമായി വോൾട്ടേജ് കുറയാതെ കൂടുതൽ ദൈർഘ്യമുള്ള സ്ഥലങ്ങളിലേക്ക് കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന AC ടെക്നോളജിയെ കുറിച്ചുള്ള ആശയം അങ്ങനെ ടെസ്ല എഡിസണോട് അവതരിപ്പിച്ചു. ഇത് അസാധ്യമാണെന്നും ഇങ്ങനെ ഒരു ഡിസൈൻ നിർമ്മിച്ച് കാണിച്ചാൽ $50,000 തരാമെന്നും വെല്ലുവിളിച്ച എഡിസന് മുന്നിൽ തന്റെ പ്രാരാബ്ദം മുഴുവൻ തീർക്കാൻ $50,000 മതി എന്നുള്ളത് കൊണ്ട് കൃത്യം 8 മാസങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ട ഡിസൈനുകളുമായി എത്തുകയായിരുന്നു ടെസ്ല. എന്നാൽ അതിനെ പുച്ഛിച്ചു തള്ളിയ എഡിസൺ താൻ ഒരു തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ടെസ്ലയെ മടക്കി അയച്ചു. അപ്പോഴേക്കും വലിയ കടത്തിലായെങ്കിലും പരീക്ഷണം ഒരു ലഹരിയായി മാറിക്കഴിയുന്ന ടെസ്ല പകൽ സമയങ്ങളിൽ കൂലിപ്പണി എടുത്ത് തന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തി. അക്കാലത്ത് ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ച് ടെസ്ലയുടെ ഒരു പഠനം കണ്ടിഷ്ടപ്പെട്ട ജോർജ് വെസ്റ്റിംഗ്ഹൗസ് എന്ന കോടീശ്വരൻ ടെസ്ലയെ ഫണ്ട് ചെയ്യാൻ മുന്നോട്ട് വന്നു. കുറഞ്ഞ ചെലവിൽ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. യെസ്, ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന കറണ്ടിന് കാരണമായ AC ജനറേറ്ററുകളുടെ ആദ്യ രൂപമായിരുന്നു അത്. എന്നാൽ ഇത് തങ്ങളുടെ DC കറന്റ് ജനറേറ്ററിന്റെ ബിസിനസിനെ ബാധിച്ചേക്കുമെന്ന് മനസ്സിലാക്കിയ എഡിസണും സംഘവും വെറുതെ ഇരുന്നില്ല. AC കറന്റ് സുരക്ഷിതമല്ല എന്ന് കാണിക്കാൻ പല പ്രസ് റിലീസുകളിലൂടെയും ഒരു വാർത്താ ബോംബിംഗ് തന്നെ എഡിസൺ നടത്തുകയുണ്ടായി. ഇതിന് ശക്തി പകരാൻ AC കറന്റ് കൊണ്ട് നിരവധി കൊലപാതകങ്ങൾ അന്ന് അമേരിക്കയുടെ പല ഭാഗത്തായി അരങ്ങേറുകയുണ്ടായി. പണം വാരിയെറിഞ്ഞുള്ള എഡിസന്റെയും സംഘത്തിന്റെയും മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ടെസ്ലയും വെസ്റ്റിംഗ്ഹൗസും കമ്പനി അടച്ചുപൂട്ടി. വീണ്ടും പരീക്ഷണങ്ങളുടെ ലോകത്തേക്ക് പോയ ടെസ്ല 300ഓളം പേറ്റന്റുകൾ സ്വന്തമാക്കി. ഈ ഇടയ്ക്കാണ് 1895 മാഡിസൺ സ്ക്വയറിൽ വെച്ച് നിക്കോള ടെസ്ല ഒരു അത്ഭുതം കാണിക്കുന്നത്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു ബോട്ട് ഓടിച്ചു കാണിച്ചുകൊണ്ടായിരുന്നു അത്. അദ്ദേഹം അതിന്റെ പേറ്റന്റ് എടുക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിൽ പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ സകല കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും നിറഞ്ഞ വെയർഹൌസ് ഒരു തീപിടുത്തത്തിൽ കത്തി നശിക്കുകയായിരുന്നു. കൃത്യം ഒരു വർഷത്തിനു ശേഷം എഡിസൺ ഫണ്ട് ചെയ്തിരുന്ന മാർക്കോണി എന്ന ഇറ്റാലിയൻ സയന്റിസ്റ്റ് റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുത്തപ്പോൾ അക്കാലത്ത് എഡിസന്റെ മുഖ്യ ശത്രുവായി കരുതിയിരുന്ന ടെസ്ലയെ തകർക്കാൻ വെയർഹൌസിലെ തീപിടുത്തം എഡിസൺ സൃഷ്ടിച്ചതാണ് എന്ന ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടി. അക്കാലത്തെ കോൺസ്പിറസി തിയറീസ് പ്രകാരം ടൈം ട്രാവൽ മെഷീൻസ് വരെ ടെസ്ല തന്റെ വെയർഹൌസിൽ വെച്ച് കണ്ടെത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവയുടെ ആദ്യ ആശയം വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി അദ്ദേഹം അന്നേ മുന്നോട്ട് വെച്ചിരുന്നത്രേ. നെപ്പോളിയൻ പറഞ്ഞ പോലെ പലപ്പോഴും ഹിസ്റ്ററി ഈസ് എ സെറ്റ് ഓഫ് ലൈസ് എഗ്രീഡ് അപ്പോൺ.